പലരും കൂടി. എന്നിട്ട് പറഞ്ഞൊരു കാരണം എന്തറിയോ? ഇവക്ക് മെന്റലി ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിന് അവിടെ ഉറങ്ങാണ്. ഇപ്പൊ സമയം ഏകദേശം 2 മണിയായി. ഈ കുഞ്ഞ് നോക്ക്, നിങ്ങൾ നോക്ക്, ഒരു കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ ഇറക്കി വിടുകയാണ്. ഈ വഴി എക്സ്പ്രസ് ഹൈവേ ഇവിടെ ഇരുന്ന് 9 മണി തൊട്ട് 11 മണി തൊട്ട് കരഞ്ഞിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങൾ കേൾക്കണം, ഇതാണ് നമ്മുടെ ഇന്ത്യ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബീഹാറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കാഴ്ചയിൽ ഒരു 10-11 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടിയെ കണ്ടാൽ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് തോന്നും പൂർണ്ണ ഒരു ബുദ്ധിവികാസം എത്തിയ ഒരു പെൺകുട്ടിയല്ല അത്. അത്രയും ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കാട്ടിക്കൂട്ടലൊന്നല്ല ഒരു കുട്ടിയുടെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുള്ള ഒരു കുട്ടിയാണ് കാഴ്ചയിലാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി എന്ത് തന്നെ കുഴപ്പമുണ്ടായാലും, എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിവികാസത്തിൻ്റെ കുറവുണ്ടായാലും, എന്തൊക്കെ തരത്തിലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടായാലും, എങ്ങനെയാണല്ലേ ഒരു സ്വന്തം കുഞ്ഞിനെ, അത് ഇത്രയും ചെറുപ്പമായിട്ടുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നതും, അതൊരു പെൺകുഞ്ഞ്. എന്തായാലും അത് ചെയ്യാൻ തോന്നിയ അവരുടെ മനസ്സ്. ഇനി അത് അവർ മനഃപൂർവ്വം ചെയ്തതാണോ, അല്ലെങ്കിൽ ആ ഒരു കുട്ടി നടന്നു വന്നതാണോ ഒറ്റയ്ക്ക്, ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഇതുവരെ അതെങ്ങനെയാണേ ഒന്നും മനസ്സിലായിട്ടുമില്ല. ട്രാവലിംഗ് സോൾമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബേഴ്സാണ് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് മുന്നിൽ ആദ്യമായിട്ട് പങ്കുവെക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അവരിങ്ങനെ പറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ പകർത്തി അത് നമുക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് അവരുടെ ചാനൽ. അപ്പോൾ ഇതുപോലെയുള്ള പല യാത്രകളും അവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു യാത്രയിലാണ് ഈ ഒരു കൊച്ചുകുട്ടിയെയും അവർ കാണുന്നത്. അതും ഒരു പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ബീഹാറിൽ. അപ്പോൾ ആ ഒരു കുട്ടിയെ ആദ്യം കണ്ടപ്പോൾ അവർക്ക് വല്ലാണ്ട് സംശയം തോന്നിയില്ല. എന്താ പറയുക, അവർ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു കുട്ടിയാവും, പിന്നീട് അതിനുമായിട്ടുള്ള കരച്ചിലാവും, അങ്ങനെയൊക്കെ ആദ്യം ചിന്തിച്ചത്. പിന്നീട് അവർ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടി ഒറ്റക്കാണ് ഇരുന്ന് കരയുന്നത് എന്ന്. അതും എവിടെയാണെന്ന് നോക്ക്, റോഡ് എന്താ പറയുക, ഒരുപാട് വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ഹൈവേയിൽ അത് ഒത്ത നടുക്കാണ് ആ ഒരു കുട്ടി ഇരുന്നിരുന്നത്. അത് കണ്ടിട്ട് തന്നെ സംശയം തോന്നിയിട്ട് അവർ ആ കുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ചു. ആ ഒരു കുട്ടിയുടെ ഭാഷ അവർക്ക് തന്നെ ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുവിധമൊക്കെ സംസാരിച്ചിട്ട് പേര് മാത്രം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. പിന്നെ കുറേ ആളുകളോട് അവിടെ ഉള്ള ആളുകളോടൊക്കെ അവർ സംസാരിച്ചു. അപ്പോൾ അതിലൊരാൾ വന്നിട്ട് കുറേ ആളുകൾ വീഡിയോ കോൾ ചെയ്ത് വേറൊരാൾക്ക് കാണിച്ചു കൊടുത്തു. ആ സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരാൾക്ക് കാണിച്ചു കൊടുത്തു. അയാളുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അയാളോട് ആ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലും, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ഇപ്പം തിരക്കിലാണ്, അല്ലെങ്കിൽ എന്തോ സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള സംസാരമാണ് അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് പറയുന്നത്. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ആ കുട്ടി ഇവിടെ എത്തിയത് എന്നൊന്നും ആ കുട്ടിയോട് ചോദിച്ചിട്ട് ആ കുട്ടിക്ക് അത് പറയാനുള്ള ഉത്തരമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ആ വീടിന് അവിടെ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ആ കുട്ടിയുടെ വീട് എന്നൊക്കെയാണ് പറയുന്നത്. ആ കുട്ടിയുടെ പേര് പറഞ്ഞു കൊടുത്ത്, പിന്നെ ആ വിളിച്ച ആളെ, അവർ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച ആളെ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ആ ആൾക്ക് കുട്ടിയെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ആ ഒരു യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ട്രാവലിംഗ് സോൾമേറ്റ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സ്, അവരാണ് ഇപ്പോൾ ആ ഒരു കുട്ടിക്ക് താങ്ങും തണലായിട്ട് നിൽക്കുന്നത്. എന്താണ് അവർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പിറ്റേ ദിവസം അവർ മറ്റാരും തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് കാവലായിട്ട് നിന്നിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിൽ പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത് അല്ലേ. അതൊരു നല്ല മനസ്സ് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് നമ്മൾ പോകുന്നതിന് എത്രയോ നല്ലൊരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ള. ഒരു കൊച്ചു കുട്ടിയാണല്ലേ, നമ്മളിപ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് എന്താ സംഭവിക്കാമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാടാണ്, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരുപാട് സ്പീഡായിട്ട് വണ്ടികൾ പോകുന്ന ഒരു ഏരിയ. അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടീനെ നിർത്തി പോയി കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേന് എന്താ സംഭവിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ കാണിച്ച ആ ഒരു മനസ്സ് അതെന്തായാലും വളരെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ നാളെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു സഹായം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത ആ ഒരു നന്മ നമുക്ക് തിരിച്ചു കിട്ടും.